നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒന്നുമില്ല അമ്മേ. പക്ഷേ നിന്റെ മുഖം പറയുന്നത് എന്തോ ഉണ്ടെന്നാണല്ലോ. എന്താ വീണ്ടും വല്ലതും ഒക്കെ ആർക്കെങ്കിലും ദാനം ചെയ്തോ? ഹേയ്, അതൊന്നും അല്ലമ്മേ. നമ്മുടെ സൂപ്പർ മാർക്കറ്റിന്റെ കാര്യം ഇങ്ങനെ ആലോചിച്ചതാ. ഇതെന്താ കാറിന് വേദനിക്കുന്ന കരുതിയിട്ടാണോ ഇങ്ങനെ പതുക്കെ തുടയ്ക്കുന്നേ? ഇത് കണ്ടോ, ഇവിടെ അഴുക്ക്, ദേ അവിടെ അഴുക്ക്, ടയറിലൊക്കെ മണ്ണും ചെളിയും. എന്തിനാ നീയൊക്കെ ഇങ്ങനെ വഴിപാട് പോലെ ഓരോന്ന് ചെയ്യുന്നേ? നന്നായി തുടച്ചോളാം മാഡം എന്നൊക്കെ പറഞ്ഞാ പോരാ, ചെയ്യണം. ചെയ്തോളാം. അത് കണ്ടോ, ഇത് പിന്നെ ആര് ചെയ്യും? ഇത് തന്നെ ആവണോ ആതിര പറഞ്ഞ വീട്? അവിടെ എന്തായാലും ചോദിച്ചു നോക്കാം. നമസ്കാരം. ആരാ? അത് ഇവിടുത്തെ ശോഭാ മാഡത്തെ കാണാൻ വന്നതാ ഞാൻ. എന്തിന്? എന്റെ അമ്മയെ കണ്ടിട്ട് എന്താ കാര്യം? നിങ്ങളെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ആദ്യമായിട്ട് വരിക. പക്ഷെ എന്റെ മോൾ ഇവിടെ പതിവായിട്ട് വരാറുണ്ട്. അതാരാ? ആതിര. ആതിരയോ? ഏതാതിര? ഈ വാട്ടർ ക്യാനൊക്കെ കൊണ്ടുവരാറുള്ള. ഓ, ആ അഹങ്കാരി വാട്ടർ ക്യാൻ പെണ്ണിന്റെ അച്ഛനാണോ നിങ്ങള്? എന്റെ മകൾ അഹങ്കാരിയാണെന്ന് കുട്ടിയോട് ആരാ പറഞ്ഞത്? ആരോടാ സംസാരിക്കണേന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണോ നിങ്ങൾ ഈ പുലമ്പുന്നത്? ഞാനൊന്നും പുലമ്പിയില്ല കൊച്ചെ. ഇവിടുത്തെ ശോഭാ മാഡം ഇവിടെ ഉണ്ടോ അത് പറ. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലല്ലോ. എന്തിനാ എന്റെ അമ്മയെ കാണുന്നേ? കൊച്ചെ, കൊച്ചിന്റെ അമ്മ എന്നെ കാണണമെന്ന് എന്റെ മോളോട് പറഞ്ഞയച്ചു. അതെന്തിനാന്നറിയാനാ ഞാനിപ്പോ വന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള തരാതരം പോലെ മനസ്സിലാക്കാൻ എന്റെ അമ്മ ഇപ്പോഴും പഠിച്ചിട്ടില്ല. ശരി, വാ. എവിടേക്കാ കേറി വരുന്നേ? അവിടെ നിന്നാ മതി. അമ്മയെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. ഒരവസരം കിട്ടിയ കേറി അങ്ങ് വന്നോളൂ. അതെങ്ങനെയാ? ആ പെണ്ണിന്റെ അല്ലേ തന്ത? അതെ, ഒന്നവിടെ നിന്നേ. ഞങ്ങളെ വെള്ളമേ വിൽക്കാറുള്ളൂ, അഭിമാനം വിൽക്കാറില്ല. കുഞ്ഞിന്റെ അമ്മയെ കാണുക എന്നുള്ളത് എന്റെ ആവശ്യമല്ല, അവരുടെ ആവശ്യമാ. ഇനി എന്നെ കാണണമെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലോട്ട് വരാൻ പറ. അവരെ ഇതുപോലെ വീടിന് പുറത്തു നിർത്തില്ല, അകത്ത് വിളിച്ച് മാന്യമായി ഇരുത്തും, സൽക്കരിക്കുകയും ചെയ്യും. അറിയാമോ? താനിപ്പോ എന്താ പറഞ്ഞത്? വീട് വീടാന്തരം 50 രൂപയ്ക്ക് വെള്ളം കൊടുത്ത് ജീവിക്കുന്ന തന്നെ കാണാൻ എന്റെ അമ്മ അങ്ങോട്ട് വരണോ? അഹങ്കാരം പറയുന്നോ? ഈ 2 മിനിറ്റ് സംസാരം കൊണ്ട് അഹങ്കാരി ആരാണെന്ന് എനിക്ക് മനസ്സിലായി. താൻ എന്താടോ പറഞ്ഞത്? ഞാൻ അഹങ്കാരിയാണെന്നോ? ഇറങ്ങണോ പുറത്ത്? വിട്, എന്റെ കൈ വിടാനാ പറഞ്ഞത്. വിട്, എന്റെ കൈ വിട്. കൈ വിടാനല്ലേ പറഞ്ഞത്? എന്താടി നിന്റെ വിചാരം? പ്രായമായവരെ ബഹുമാനിക്കാതെ ഒടുക്കി കൈ വാങ്ങുന്നോ? വിട്ടേക്ക് മാഡം, കുട്ടിയല്ലേ, സാരമില്ല. ഈ വാട്ടർ ക്യാൻ കാരന്റെ മുന്നിൽ വെച്ച് എന്റെ നേർക്ക് കൈ ഒങ്ങുന്നു അല്ലേ? കാണിച്ചു തരാ ഞാൻ. മാറങ്ങോട്ട്. സാർ ക്ഷമിക്കണം. എന്റെ മോളുടെ പെരുമാറ്റത്തില് ഞാൻ മാപ്പ് ചോദിക്കാം. അങ്ങനൊന്നും പറയരുത് മാഡം. എന്റെ മോള് പറഞ്ഞത് കേട്ടപ്പോഴാ മനസ്സിലായത് ആതിരയുടെ അച്ഛനല്ലേ. മോള് വന്നില്ലേ? ഇല്ല, അവൾ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ വന്ന കാര്യം തന്നെ ആതിരയ്ക്ക് അറിയില്ല. ശരി ശരി. അയ്യോ, അകത്തേക്ക് വരൂ, അകത്തിരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അല്ല, എന്നെ കാണണമെന്ന് മോളോട് പറഞ്ഞയച്ചത് എന്തിനായിരുന്നു? എന്റെ മോള് പറഞ്ഞത് കേട്ട് വിഷമം തോന്നിക്കാണോന്ന് എനിക്കറിയാം. അത് കാര്യമാക്കണ്ട. സർ അകത്തോട്ട് വരണം. അതൊന്നും സാരമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. മാഡം കാര്യം പറയൂ. അത് ആതിരയുടെ വിനയവും ആത്മാർത്ഥതയും ഒക്കെ എനിക്കവളെ ആദ്യം കണ്ടത് മുതലേ വളരെ ഇഷ്ടമായി. അതുകൊണ്ടാ അവളുടെ അച്ഛനെ ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അവളുടെ സ്വഭാവം ഇത്ര നല്ലതാവാനുള്ള കാരണം നിങ്ങളായിരിക്കുമല്ലോ. സന്തോഷമായി മാഡം, വളരെ സന്തോഷമായി.
സ്വന്തം മകളെ പോഴ്ത്തുന്നത് കേട്ടാൽ ഏതച്ഛനാ സന്തോഷിക്കാതിരിക്കുക? അതിനേക്കാൾ വലിയൊരു സന്തോഷവും ഏതൊരച്ഛനെയും കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ. തന്റെ മകളെ നല്ലൊരു പയ്യനെ കണ്ടെത്തി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. അത് ശരിയാണ്. പക്ഷെ അതിനൊക്കെ അതിൻ്റെതായ സമയം വരണമല്ലോ. അതിന്റേതായ സമയം വന്നെങ്കിലോ? മനസ്സിലായില്ല. ആതിര ഞങ്ങളുടെ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറി വരുന്ന ഒരു ദിവസം ഞാൻ മനസ്സിൽ കാണുന്നു. എന്തേ, എന്റെ സ്വപ്നം നടക്കില്ലെന്നാണോ? മാഡം, ഞങ്ങളൊക്കെ വെറും ഇടത്തരക്കാരാണ്. അതുകൊണ്ട് ഇത്രയ്ക്ക് വലിയ സ്വപ്നമൊന്നും കാണാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. സർ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. ഈ വീട്ടിലേക്കല്ല ഞാൻ അവളെ വേണോന്ന് പറഞ്ഞത്. പിന്നെ എന്റെ ചേച്ചിയുടെ മകന്. ഓ, അവരും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇടത്തരക്കാര് തന്നെയാ. അല്ല, ഇതിന് പെട്ടെന്നൊരു മറുപടി പറയാൻ എനിക്ക് മാത്രമായിട്ട് കഴിയില്ല മാഡം. ഞാൻ എന്റെ മകളുമായിട്ടൊന്ന് ആലോചിക്കട്ടെ, അതല്ലേ ശരി? മതി, അത് മതി. പക്ഷെ തീരുമാനം അനുകൂലമാവണമെന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. പിന്നെ ആതിരയോട് ഇപ്പൊ ഇതിനെ കുറിച്ചൊന്നും പറയല്ലേ? ഇല്ലില്ല, ഞാനൊന്നും പറയില്ല. എന്നാ ശരി മാഡം. ആതിര ഫോൺ ചെയ്തപ്പോ ഞാൻ എടുത്തില്ല. ഇവിടെ നടന്നത് എന്റെ വായിൽ നിന്ന് വീണ് അവൾ അറിഞ്ഞാലോ എന്ന് കരുതിയ ഞാൻ എടുക്കാത്തത്. വേണ്ട, അവളത് അറിയണ്ട. അറിഞ്ഞാൽ എന്റെ കുട്ടിക്ക് സഹിക്കാൻ കഴിയില്ല. കഴിഞ്ഞ തവണ 450 രൂപ തരാൻ ഇവിടെ എവിടെയാണ് അവള് വന്നത്? ആ കടയിൽ നിന്നാണല്ലോ ഞാൻ ചേഞ്ച് വാങ്ങിയത്. അവളുടെ പേര് പോലും അറിയില്ല. ഏതായാലും അവളൊന്ന് വിളിച്ചു നോക്കാം, എടുക്കുമോ എന്തോ. അത് ശരി, അവളെന്നെ വിളിച്ചല്ലേ ഇന്നലെ രാത്രി. ശരി ശരി, ഇത് വെച്ചൊരു നമ്പർ ഇറക്കി നോക്കിയാലോ. ഓ, ഇതെപ്പോ ഓണാവുന്നും വെച്ച് കാത്തിരിക്കുകയായിരുന്നു കക്ഷി.